മഴത്തോര് മുൻപേ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബബിതയാണെങ്കിൽ വൈജയുടെ മുറിയിലേക്ക് വരികയാണ്. അമ്മ എന്താ ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഏയ് ഞാൻ ഉറങ്ങുന്നില്ല, എനിക്ക് ഒന്നാമത് ഭയങ്കര കാലുവേദന, കുറച്ച് ഓയിൽമെൻ്റൊക്കെ ഇട്ട് നോക്കുന്നത്, പക്ഷേ കാലുവേദന മാറുന്നില്ല എന്ന് വൈജ പറയാണ്. ഞാൻ തടവി തരണോ അമ്മ എന്ന് ചോദിക്കുന്നുണ്ട് ബബിത. അതൊന്നും വേണ്ട, നീ എന്താ ഉറങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നേ എന്ന് ചോദിക്കുകയാണ്. രോഹിയേട്ടനെ പനി കുറവില്ല, ഇച്ചിരി കൂടുതലാണെന്നാണ് തോന്നുന്നത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പം അലീനയാണെങ്കിൽ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന കിച്ചണിലേക്ക് പോകുന്നത് കണ്ട് പനി കൂടുതലാണെന്നാണ് തോന്നുന്നത് എന്ന് പറയാണ്. അപ്പം വൈജ പറയാണ്, പനിക്കല്ലേ ഡോക്ടർ വന്ന് മരുന്നൊക്കെ കൊടുത്തേക്കുന്നത്, അതങ്ങ് മാറിക്കോളും, അതിന് ആരും ഉറക്കൊഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ബബിത ചോദിക്കുകയാണ്, എന്താ മരുന്ന് കഴിച്ചാൽ മാത്രം ചെയ്താൽ മതിയോ, വേറെ ഒന്നും ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പം വൈജയ്ക്കാണെങ്കിൽ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വൈജ ചോദിക്കുകയാണ്, അവൾ വലിയ ശുശ്രൂഷകയില്ലേ, അവൾ ശുശ്രൂഷിക്കട്ടെ, നീ എന്തിനാ ഉറക്കൊഴിയുന്നത്, നീ പോയി കിടന്ന് ഉറങ്ങാൻ പറയുകയാണ്. അവൾ നോക്കട്ടെ, നീ എന്തിനാ ഉറക്കമൊഴിയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് വൈജ അങ്ങനെ പറഞ്ഞത് ബബിതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ബബിത ഒന്നും മിണ്ടാതെ പോവുകയാണ്. വൈജ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി എല്ലാവരും അലീനയുടെ സൈഡിലോട്ട് ആയോ എന്നുള്ളൊരു ടെൻഷനിലൊക്കെ ഇരിക്കുകയാണ്. കാരണം ബബിതയും അതുപോലെ കൃഷ്ണമോള് ഒക്കെ ഇപ്പോൾ അലീനയുടെ സൈഡിൽ നിന്ന് സംസാരിക്കുന്നത്. കൃഷ്ണമോള് നേരത്തെ അലീനയുടെ കൂടെ ആയിരുന്നു, ഇപ്പം ബബിതയും പതുക്കെ അലീനയുടെ കൂടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ വൈജയ്ക്ക് അകപ്പാട് ദേഷ്യവും വിഷമമൊക്കെ ആക്കുന്നുണ്ട്. അങ്ങനെ കിച്ചണിലേക്ക് ചെല്ലിയാണ് ബബിത ചെല്ലുമ്പോഴത്തേക്ക് അലീനയാണെങ്കിൽ ചൂടുവെള്ളം തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പം അത് കണ്ട ബബിത ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്തിനാ ചൂടുവെള്ളം തിളപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് അത് രോഹിത്തിനെ കൊണ്ടുപോകാനാണെന്ന്, രോഹിത്തിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകാനാണെന്ന് അലീന പറയാണ്. അതെന്തിനാ ഇപ്പോൾ രോഹിയേട്ടന് ചൂടുവെള്ളം എന്ന്, രാത്രിയിൽ എന്തിനാ ചൂടുവെള്ളം എന്ന് ചോദിക്കുന്നുണ്ട്. അത് രോഹിക്ക് നല്ല കഫക്കെട്ടുണ്ട്, നല്ല നീർക്കൊണ്ടിട്ടുണ്ട് നെഞ്ചത്ത്, ഇടയ്ക്ക് നല്ല ചുമയുണ്ട്, ചുമയ്ക്കുമ്പം ചിലപ്പം ചോരയാണ് വരുന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബബിതയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. ചോരയോ? ആ, അത് നീർക്കെട്ട്, പോലീസിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഇടിയൊക്കെ കൊണ്ടേയല്ലേ, പിന്നെ പനിയും കൂടെ ആയപ്പോഴത്തേക്ക് പ്രശ്നം വഷളായതാണെന്ന് പറയുകയാണ്. അപ്പം ബബിത ചോദിക്കുകയാണ്, ഇനി എന്ത് ചെയ്യും, എന്തായാലും ചൂടൊക്കെ ഒന്ന് പിടിച്ച് നോക്കട്ടെ, എന്നിട്ട് കുറയും നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഡോക്ടറിനെ വിളിച്ചു വരുത്താം, എന്തെങ്കിലും ചെയ്യണം എന്ന് അലീന പറയുകയാണ്. എന്തായാലും ചൂടൊന്ന് പിടിച്ചു നോക്കട്ടെ എന്ന് പറയാണ്. പോലീസിന് നല്ല ഉപദ്രവിച്ച് കാണും, അതിൻ്റെയൊക്കെ ദേഹം നൊന്ന് ഇരിക്കുകയല്ലേ, അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടും രോഗത്തിന് കാണൂ എന്ന് അലീന ബബിതയുടെ അടുത്ത് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ബബിതയ്ക്ക് വിഷമാവുന്നുണ്ട്. അപ്പോഴത്തേക്ക് അലീന ചൂടുവെള്ളമായിട്ട് മുകളിലേക്ക് പോവുകയാണ്. കൂടെ ബബിതയും പോകുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് അലീന പറയുന്നുണ്ട്, ബബിത പോയി കിടന്നുറങ്ങിക്കോ, എന്തായാലും ഞാൻ ഉണർന്നിരിപ്പുണ്ടല്ലോ, പിന്നെ വേറെ ആരും കൂട്ടിരിക്കണ്ട, ബബിത പോയി കിടന്നോളാൻ പറയുകയാണ്. എന്നിട്ട് അലീന മുകളിലേക്ക് പോവുകയാണ്. ബബിതയാണെങ്കിൽ അലീന ഇങ്ങനെ പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം ബബിതയ്ക്ക് കുറച്ച് സ്നേഹമൊക്കെ അലീനയോട് തോന്നുന്നുണ്ട്. അങ്ങനെ മുറിയിലേക്ക് ചെല്ലുമ്പം രോഹിത്താണെങ്കിൽ ഒട്ടും വയ്യാതെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇത് കാണുമ്പോഴത്തേക്ക് അലീനയ്ക്ക് നല്ല വിഷമമാണ്. മാത്രമല്ല നിർത്താതെ ഭയങ്കര ചുമയുമാണ് രോഹിത്തിന്, ഭയങ്കരമായിട്ട് ചുമക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അതിന് ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ രോഹിത്തെ, എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. നെറ്റിയിലൊക്കെ കൈ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചൂടും, പനി കൂടിയിട്ടുണ്ടല്ലോ, എന്തായാലും വെള്ളം കൊണ്ടുവന്നാലും ഒന്ന് ചൂട് പിടിച്ച് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയണം. അപ്പോൾ രോഹിത് പറയാണ്, ഹോസ്പിറ്റലിലേക്കൊന്നും ഞാനില്ല, എന്നോ അടങ്ങി കിടക്ക് രോഹിത്തെ, എന്താ ചെയ്യേണ്ടതെന്ന് നോക്കട്ടെ, എന്തായാലും ചൂടൊന്ന് പിടിച്ച് നോക്കട്ടെ എന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കൊണ്ടാണ് ബബിത വരുന്നത്. ബബിത വരുമ്പോഴത്തേക്ക് രോഹിത്തിൻ്റെ ഷർട്ടൊക്കെ അഴിച്ച് മുതുകത്ത് ഇങ്ങനെ ചൂട് പിടിക്കുകയാണ്. അപ്പോഴൊരു ആശ്വാസമൊക്കെ രോഹത്തിന് കിട്ടുന്നുണ്ട്. അലീന ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ബബിത ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അലീനയോട് ഒരു സ്നേഹമൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് കുറേ ചൂടൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് രോഗത്തിനൊരു ആശ്വാസമാവുന്നുണ്ട്. രോഗത്തിൻ്റെ ചുമയൊക്കെ കുറയുന്നുണ്ട്. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, രോഹിത്തെ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ടെന്ന് രോഹിത്ത് പറയുന്നുണ്ട്. അങ്ങനെ ചുമയൊക്കെ കുറഞ്ഞ് രോഹിത്ത് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പറയാതിരിക്കല്ലേ, ഹോസ്പിറ്റലിൽ പോകണമെന്നും പറഞ്ഞ് പറയാതിരിക്കല്ലേ എന്ന് പറയുകയാണ്. അങ്ങനെ രോഹിത്തിന് ചൂടൊക്കെ പിടിച്ച് രോഹിത്തിൻ്റെ ചുമയൊക്കെ കുറയുന്നുണ്ട്. അങ്ങനെ സ്വസ്ഥമായിട്ട് രോഹിത്തിനെ അവിടെ കടത്തിയിട്ട് അലീന പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴും ബബിത അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് രോഹിയേട്ടനെന്ന് ചോദിക്കുകയാണ്. കുഴപ്പമില്ല, ഇപ്പം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, എന്നാലും നെഞ്ചത്ത് നല്ല നീർക്കെട്ടുണ്ട്, പതുക്കെ മാറത്തുള്ളൂ എന്ന് പറയാണ്. എന്തെങ്കിലും ഇനി പനി കൂടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഡോക്ടറിനെ വിളിച്ചു വരുത്തിയോ വേണമെന്ന് അലീന പറയുന്നുണ്ട്. അപ്പം ബബിത ചോദിക്കുന്നുണ്ട്, അച്ഛനോട് ഈ കാര്യം പറയണ്ടായോ? അപ്പം അലീന പറയാണ്, അച്ഛൻ ഉറങ്ങി കാണും, ഇപ്പം അച്ഛനെ ശല്യപ്പെടുത്തണ്ട, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കട്ടെ, രാത്രിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ഛനെ വിളിക്കാം എന്ന് പറയാണ്. ബബിത പോയി കിടന്നോ, ഞാൻ നോക്കിക്കോളാം രോഹിയുടെ കാര്യം എന്ന് പറയാണ്. രാത്രി രോഹിയേട്ടന് വയ്യാതായ എന്ത് ചെയ്യും എന്ന് ബബിത ചോദിക്കുകയാണ്. അത് കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. മോള് പോയി കിടന്നോളാൻ പറയാണ്. അങ്ങനെ ബബിത താഴേക്ക് ഇറങ്ങി പോവാണ്. ഇപ്പോൾ ബബിതയ്ക്ക് നല്ല ടെൻഷനുണ്ട് രോഹിയുടെ കാര്യത്തിൽ. മാത്രമല്ല അലീന നല്ലോണം നോക്കുമെന്ന് ബബിതയ്ക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ മുറിയിലേക്ക് പോവുകയാണ് ബബിത. അങ്ങനെ അലീനയും
പാത്രമെല്ലാം കൊണ്ടുവച്ച് വന്ന് കിടന്നിട്ട് അലീനയ്ക്ക് ഉറക്കം വരുന്നില്ല. മോളി രോഹിത്തിൻ്റെ കാര്യം എന്തായെന്ന് അറിയാതെ ആകപ്പാടെ ടെൻഷന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അങ്ങനെ കുറേ നേരം കിടന്നതിന് ശേഷം വീണ്ടും ഡോറ് തുറന്ന് നോക്കുവാണ്. മോളിൽ നിന്ന് എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ മുകളിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് മുകളിലേക്ക് തന്നെ പോവുകയാണ്. നേരെ രോഹിയുടെ മുറിയിലേക്ക് ചെന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ രോഹി സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിനുശേഷം അലീന തിരിച്ചു വരാൻ നേരത്ത് ബാലചന്ദ്രൻ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന കാണുന്നുണ്ട്. അച്ഛനെന്താ, അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഏയ്, ഞാൻ സൗണ്ട് കേട്ടോണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയ, മോളെന്താ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് രോഹിക്കൊട്ടും വയ്യായിരുന്നു വെച്ചാൽ, നല്ല ചുമയാണ്, ഇപ്പം അങ്ങോട്ട് ഉറങ്ങിയതേ ഉള്ളൂ. ഇപ്പം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ കയറി വന്ന് നോക്കിയതാ, അച്ഛൻ ഉറക്കമൊന്നും ഒഴിക്കണ്ട എന്ന് പറയാണ്. അപ്പം ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, ഇപ്പം കുറവുണ്ടോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം കുറവുണ്ട്, രോഹി നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്, അച്ഛൻ ഉറക്കമൊന്നും ഒഴിക്കണ്ട. അപ്പം ബാലേന്ദ്രനാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ വിഷമം വരുന്നുണ്ട്. മോൾ എന്തിനാ ഉറക്കം ഒഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ നോക്കിക്കോളാം അവൻ്റെ കാര്യം, ഞാൻ ഇവിടെ തന്നെ അടുത്ത് തന്നെ മുറിയിലല്ലയോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. അപ്പം അലീന പറയാണ്, വേണ്ട വേണ്ട, അച്ഛൻ ആ കാര്യമൊന്നും ശ്രദ്ധിക്കേണ്ട, ഒന്നാമത് അച്ഛനെ വയ്യാത്തതല്ലേ, ഇനി ഉറക്കോടെ കഴിഞ്ഞ് ആവശ്യമില്ലാത്ത അസുഖങ്ങളൊന്നും വരുത്തി വെച്ചിട്ടുണ്ട്, അച്ഛൻ പോയി കിടന്നോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ നിർബന്ധിച്ച് ബാലേന്ദ്രനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പം ബബിതയും ഇത് സൗണ്ടൊക്കെ കേട്ട് ബബിത എണീച്ച് നോക്കുമ്പോൾ മോളിൽ പോയിട്ട് വരുന്ന അലീനയാണ് കാണുന്നത്. അലീനയെ കാണുമ്പം ബബിതയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ പതുക്കെ പതുക്കെ അലീനയോടുള്ള ദേഷ്യം ബബിതയ്ക്കും രോഹിത്തിനും മാറി മാറി വരികയാണ്. വൈജ മാത്രം ഒരിക്കലും അലീനയോട് ക്ഷമിക്കാനോ അലീനയെ ചേർത്ത് പിടിക്കാനോ തയ്യാറാവുന്നില്ല. അങ്ങനെ വൈജയുടെ മക്കളെല്ലാം കൂടുതൽ അടുക്കുകയാണ്.